അങ്ങനെ കോർപ്പറേഷന് വരുമാനം ഉണ്ടാക്കുമെന്നും ഈ വിവാദം ഉണ്ടാവുമെന്നും ആര് പറഞ്ഞിരുന്നു? യൂണിയൻ ഓഫീസുകൾ, പാർട്ടി ഓഫീസുകൾ, പല പാർട്ടിയുടെയും, ഒരു പാർട്ടിയുടെ ആയല്ല ഞാൻ പറയുന്നത്. രാജേഷ് ഇത് നോക്കിയില്ല എന്ന് വിചാരിക്കുക, രാജേഷിനെ ബാക്കിയുള്ളൊരു വിടും. പക്ഷേ IPS കാര്യം മനസ്സിലാക്കേണ്ട മറ്റൊരു രാഷ്ട്രീയമുണ്ട്. പ്രശാന്തിൻ്റെ വീട് അവിടെ നിൽക്കട്ടെ, എൻ്റെ വീട്ടിലല്ല നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഈ ചാനൽ ഈ വീഡിയോ കാണുന്നവരുടെ വീട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സെക്രട്ടറിക്ക് കൊണ്ട് കത്ത് കൊടുത്തെന്ന് വിചാരിക്കും. ഒറ്റ ദിവസത്തേക്ക് പുള്ളി ചാമ്പ്യനായിരുന്നു, സെഞ്ചുറി അടിച്ചു, പക്ഷേ രണ്ടാം ദിവസം MLA യോട് ഇങ്ങനെ പറയാവോ എന്നൊക്കെ ഉള്ള നരേഷനാണ് ഇന്നലെ മുഴുവൻ. 7 വർഷം എടുത്ത MLA ആണ്. 7 വർഷമായിട്ട് ആ MLA പോസ്റ്റിൽ ആര് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ പടി കൊടുത്തു. ഇപ്പം ആളുകൾക്ക് രാജേഷിന് എളുപ്പമില്ല. ഇപ്പം സാറേ, MLA VK പ്രശാന്തും ശാസ്തമംഗലം കൗൺസിലറും മുൻ DGPയുമായിരുന്ന ശ്രീലേഖയും തമ്മിലുണ്ടായ ഒരു തർക്കം ഇപ്പോൾ വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ കൗൺസിലർ ഓഫീസുമായി ബന്ധപ്പെട്ട് VK പ്രശാന്ത് പണി ചോദിച്ചു മേടിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് സാറിന്റെ വിഷയത്തിൽ പറയാനുള്ളത്? 2-3 കാര്യങ്ങളുണ്ട്. MLAക്ക് അതിനകത്തൊരു ഫൗൾ പ്ലേ പറ്റി. അങ്ങനെ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ വിഷയം, MLAക്ക് 2 മുറി എവിടെ ഉണ്ട്? നിയമസഭ നമ്മുടെ MLA ഹോസ്റ്റലിൽ 2 മുറിയുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെയാണ് ഏതും ഇരിക്കുന്നത്, MLA ഹോസ്റ്റലും ഇരിക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഈ കുന്നുകുഴി, പട്ടം, കുന്നുകുഴി, ഇതെല്ലാം കൂടെ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ പിന്നെ വേറെ തമാശ എന്ന് വെച്ചാൽ 139 MLAമാർക്കും മന്ത്രിമാരൊഴിച്ച് 20 മന്ത്രിമാരൊഴിച്ച് ബാക്കി 119 പേർക്കും എവിടെ ഇരിക്കാം? MLA ഹോസ്റ്റലിൽ ഇരിക്കാം. അവരെ നാട്ടിൽ അവർക്ക് എന്ത് കാണും? ഓഫീസ് കാണും. ആന്റണി രാജുവിന് എവിടെ ഓഫീസുള്ളൂ? MLA ഹോസ്റ്റലിലേ ഉള്ളൂ, വേറെ ഓഫീസില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരാളിന് 2 മുറിയുള്ള സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാം. ഇതാണ് ശബരിനാഥിൻ്റെ വാദം. ശരിയാണ്. അല്ല, അതേ ഒരു റൂം എടുത്തു, ശരി, ഒരു റൂം എടുക്കണം, വേറെ റൂം എടുക്കാം. വാടകയ്ക്ക് എടുത്തു, ശരി. എത്ര വാടക? 823 രൂപ, 32 രൂപ. എത്രയാ അവിടുത്തെ? അല്ലെങ്കിൽ നമ്മളാരെങ്കിലും വാടകയ്ക്ക് എടുത്താൽ എത്ര തരും? 20,000 രൂപ, 15,000 രൂപ മിനിമം. 2 മുറിയില്ലേ, 15,000 രൂപ. അത്രയും കണ്ണായ സ്ഥലമല്ലേ. ശരി, അതും പോട്ടെ. അവിടെ ഒരു DGP റാങ്കിലുള്ള ഒരാൾ മത്സരിച്ച് ജയിച്ചു. നമ്മളെ വീട്ടിൽ, പ്രശാന്തിൻ്റെ വീട് അവിടെ നിൽക്കട്ടെ, എൻ്റെ വീട്ടിലല്ല നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഈ ചാനൽ ഈ വീഡിയോ കാണുന്നവരുടെ വീട്ടിൽ ഒരു കൗൺസിലർ വന്നാൽ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആയിരിക്കുമോ DGP ആയ കൗൺസിലർ വരുന്നത്? വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. കൊടുക്കുന്ന ചായ വ്യത്യാസമായിരിക്കും. തീർച്ചയായും ഞാൻ വിവേചനം പറയുന്നതല്ല, ജാതി വെച്ച് പറഞ്ഞതല്ല, ജാതി അതിനകത്ത് വിഷയമല്ല. പൊസിഷനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നവരാണ്? മാനിക്കുന്നവരാണ്. നമ്മളത് മാനിക്കും. ഒരു IAS കാരൻ നമ്മളെ വീട്ടിൽ വന്നു, അല്ല ഒരു ഡോക്ടർ വന്നു, ഒരു എഞ്ചിനീയർ വന്നു, വിദ്യാഭ്യാസത്തെയും പൊസിഷനുകളെയും നമ്മൾ മാനിക്കുന്നവരാണ്. അതൊരു സംസ്കാരമാണ് നമുക്ക്. അങ്ങനെ മാനിച്ചുകൊണ്ട് അവർ തന്ന സ്വകാര്യമായി അവർ വിളിച്ചതിനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? പബ്ലിക്കിലിട്ട് BJP വിരുദ്ധ ലൈനിലേക്ക് പോയി അതിനെ നാശക്കോട്ടയാക്കാൻ പാടില്ലായിരുന്നു. ഒരു വിവാദത്തിലേക്ക് പോകും. അതുകൊണ്ട് സംഭവിച്ചെന്താണ്? കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റ് ആരും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല, ഒരു ചാനലും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. പറഞ്ഞ പോലെ തന്നെ കൗൺസിലർ പറയുന്നത് ഞാനൊരു അനിയനെ പോലെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അവർ പോവുകയും ചെയ്തു. അവിടെ അവർ പോയി റിക്വസ്റ്റ് ചെയ്തു എന്നല്ലേ പറയുന്നത്? എനിക്ക് തന്നിരിക്കുന്ന, നിങ്ങൾ എൻ്റെ മുൻ കൗൺസിലറായ മധുസൂദനൻ നായർ ഇരുന്ന സ്ഥലത്ത് സ്ഥലം കുറവാണ്, എനിക്ക് അവിടെ വന്ന് ഇരിക്കണം, എനിക്ക് കുറച്ചുകൂടെ സ്പേസ് വേണം, അപ്പം നിങ്ങൾ MLA ഹോസ്റ്റലിലേക്ക് പോകുമോ, അല്ലെ നിങ്ങൾ അവിടെ നിന്ന് മാറുമോ, അല്ലെങ്കിൽ മാറിത്തരണം എന്ന് പറഞ്ഞാൽ അതിൽ അശ്ലീലം അവിടെയാണുള്ളത്. ഇതിന്റെ മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിന് എന്താണ് തോന്നുന്നത്? പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ വേറൊരു ആംഗിൾ. ഇപ്പം റിപ്പോർട്ടർ ചാനലിൽ അരുണൊക്കെ പറയുന്നൊരു പോയിന്റുണ്ട്, ഡോക്ടർ അരുണൊക്കെ. നിയമപരമായി ശ്രീലേഖ IPSൽ നിയമം അറിയില്ലേ? അറിയണമല്ലോ, DGP അല്ലേ. അപ്പം നിയമപരമായി സെക്രട്ടറിക്കല്ലേ കത്ത് കൊടുക്കേണ്ടത്? എവിടെ? കോർപ്പറേഷൻ്റെ ആദ്യമേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സെക്രട്ടറിക്ക് കൊണ്ട് കത്ത് കൊടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സെക്രട്ടറിക്ക്, അല്ലാതെ മേയർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിവരം ആർക്ക് കിട്ടും? പ്രശാന്തിന് കിട്ടും. അപ്പോൾ പ്രശാന്ത് ചോദിക്കാൻ പോകണം എന്തായിരിക്കും? ഈ അരുണും പ്രശാന്തും ഒക്കെ ചോദിക്കാൻ പോകണം എന്തായിരിക്കും? എന്നാലും ഈ ഒരു കൊച്ചു കാര്യം എന്നോട് നേരിട്ടൊന്ന് പറയുന്നതിന് പകരം ഇത്രയും സൗഹൃദം ഉണ്ടായിരുന്ന മാഡം അതൊരു കത്തുവഴി എന്ന് വന്നിട്ട് ഒരു ഫോൺ ചെയ്താൽ പോരായിരുന്നോ? സൗഹൃദമുണ്ട്, ഒരു ഫോൺ ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്രശാന്ത് ഇതിനകത്തുള്ള ഫൗൾ പ്ലേ ആണ്. ഇതിനകത്ത് ചെറിയ ഒരു രാഷ്ട്രീയ ഒരു ബോധം, ഒരു എതിർ പാർട്ടികളോടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള പെട്ടെന്നൊരു നമുക്കൊരു ആവേശം കയറുമല്ലോ. സോഡ അടിക്കുമ്പോൾ ഉണ്ടൊരു ആവേശം ഉണ്ടാവും, സോഡ കുടിക്കുമ്പോൾ. ആ ആവേശം പുള്ളിയുടെ മലയിൽ കയറി, ഒന്ന് ഇരച്ചു കയറി. BJP വിരുദ്ധമായി ഇതൊന്ന് അടിച്ചു നോക്കാൻ അടിച്ചു. ഒറ്റ ദിവസത്തേക്ക് പുള്ളി ചാമ്പ്യനായിരുന്നു, സെഞ്ചുറി അടിച്ചു. പക്ഷേ രണ്ടാം ദിവസം പ്രശാന്ത് സെഞ്ചുറി അടിച്ചു. പക്ഷേ രണ്ടാം ദിവസം ലവർ ഡബിൾ സെഞ്ചുറി അടിച്ചു. ഇപ്പം എല്ലാ ചാനലും അവരെ കൂടെ അല്ലേ, എല്ലാ മാധ്യമവും അവരെ കൂടെ അല്ലേ. ഇപ്പം നിങ്ങൾ മനസ്സിലായി എല്ലാ ചാനലും എടുത്ത് നോക്കൂ,
കൈരളി ഒഴിച്ച് നിങ്ങൾ ഏത് ചാനലുകളും നോക്കൂ, അല്ലെ റിപ്പോർട്ടറിൽ കുറച്ച് ഭാഗം ചില സമയത്ത്, പൂർണ്ണമായ റിപ്പോർട്ടർ ഇപ്പോൾ അവരോട് അല്ല. ചാനലുകൾ, പത്രങ്ങൾ എല്ലാം ആരുടെ കൂടെ ആയി? ഇപ്പോൾ ശ്രീലേഖ IPSന്റെ കൂടെ ആയി. ഈ കൺസിഡറേഷൻ കൊടുക്കണ്ടേ? കാര്യം VK പ്രശാന്തിനെ ഫോൺ ചെയ്യുന്നു, ഫോൺ ചെയ്തിട്ട് വിരട്ടി, ഒരു DGP ആണ് പഴയ, അതങ്ങനെ മാറണമെന്നൊക്കെ പറഞ്ഞു, ഒരു ധാർഷ്ട്യത്തിൽ പറഞ്ഞു, കൗൺസിലറല്ലേ, MLA ഇങ്ങനെ പറയാവോ എന്നൊക്കെ ഉള്ള നരേഷനാണ് ഇന്നലെ മുഴുവൻ പോയത്. ചാനലുകൾ എല്ലാവരും, ഞാനുമൊക്കെ ഒരു വീഡിയോ ചെയ്തു, ശ്രീലേഖ IPS മേയറാവാതിരുന്നത് നന്നായെന്നൊക്കെ പറഞ്ഞു, പല ചാനലുകളിൽ സംസാരിച്ചത്. ഇന്ന് 24 hours കഴിയുമ്പോൾ സംഭവം തിരിഞ്ഞില്ലേ? VK പ്രശാന്തിന് സ്വകാര്യമായി കിട്ടിയ ഒരു ഫോൺ കാൾ, സ്വകാര്യമായി വിളിച്ചു. പ്രശാന്തിനേക്കാൾ, VK പ്രശാന്തിനേക്കാൾ പ്രായം കൂടിയിട്ടുള്ള DGP റാങ്കിലിരുന്ന ഒരാൾ വിളിച്ചിട്ട് ഒരു അഭ്യർത്ഥന വയ്ക്കുന്നു. വിരട്ടലായിരിക്കത്തില്ലല്ലോ, ഒരു അഭ്യർത്ഥന വയ്ക്കുന്നു. അപ്പോൾ മാഡം അത് പരിശോധിക്കാം, അല്ലെങ്കിൽ മാഡം എനിക്ക് 3 മാസത്തോടെ സമയം തരിക, അല്ലെങ്കിൽ ഞാൻ കരാറിലിരിക്കുന്നു, അത് പറഞ്ഞ് ഒരു സെറ്റിൽ ചെയ്യുന്നതിന് പകരം ഇനി സെറ്റിൽ ചെയ്തില്ല വീണ്ടും അവർ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ അപ്പോഴാലോചിക്കാം എന്ന് വിചാരിക്കുന്നതിന് പകരം ഉടൻ തന്നെ പുള്ളി അതെന്ത് ചെയ്തു, എടുത്തടിച്ച് അങ്ങോട്ട് അതിനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദമാക്കാൻ ശ്രമിച്ചു. ഇപ്പം എന്താ പറ്റി? അതിനുശേഷം ശ്രീലേഖ IPS ആളുകളെ വിളിച്ചുകൊണ്ട് അവരെ റൂം കാണിക്കുകയും, ഈ കിട്ടിയ റൂം കാണിക്കുകയും, അവിടെ ബാത്റൂമിൽ അലമാര വെച്ചിരിക്കുന്ന കഥ, ഫയൽ വെച്ചിരിക്കുന്ന കഥ, പ്രശാന്തിൻ്റെ റൂമിനകത്തൂടെ വേണം കയറിപ്പോകാൻ, നിയമം വഴി പോകണം, അല്ലെങ്കിൽ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ ഒരു കത്തെഴുതി അങ്ങോട്ട് സെക്രട്ടറിക്ക് കൊടുക്കുകയല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പോൾ ചെയ്യാതിരുന്നത് എന്താണ്? ഒരു കേസിൽ പോട്ടെ കാര്യങ്ങളെന്നാണ്. പക്ഷെ അതിനെ പ്രശാന്ത് കൈകാര്യം ചെയ്തത് പപ്പടം പോലെ പൊടിഞ്ഞുപോയി. പ്രശാന്തിൻ്റെ ഭാഗത്ത് ഒരു പക്വതയില്ലായ്മ. അല്ലെങ്കിൽ അദ്ദേഹം കോർപ്പറേഷൻ മേയർ ബ്രോ, MLA പ്രശാന്ത് ബ്രോ, പിന്നെ നമ്മളെ പ്രളയ സമയത്തും കോവിഡ് സമയത്തൊക്കെ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ മേയറാണ്. അത് ഇതിപ്പോൾ വളരെ പക്വതയില്ലാതായി. ആദ്യ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞത് ഈ മേയർ ആവാത്തതിന്റെ അതൊന്നും പറയാൻ പാടില്ലെന്ന്, ഒരു ദേഷ്യമാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്, അതൊന്നും പറയാൻ പാടില്ലെന്ന്. അങ്ങനെ അത് പറയാൻ പാടില്ല. സ്ത്രീ എന്നുള്ള നിലയിൽ അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അവരൊരു ഹയർ പൊസിഷനിലിരുന്ന വനിതയാണ്. അപ്പോൾ ഞാനൊക്കെ ഒരു പൊസിഷനിലിരുന്ന ആളാണ്. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സമൂഹം നമ്മളെ കാണുന്ന വേറെ തരത്തിലാണ്. ഈ വിഷയത്തിന്റെ വേറൊരു കാര്യം പറഞ്ഞല്ലോ സാർ, ഇപ്പോൾ ഈ MLA ഓഫീസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, 2 മുറിയുണ്ട്. അപ്പോൾ ആ MLA ഓഫീസ് ആര് ഉപയോഗിക്കുന്നു? ഇപ്പോൾ അത് അടുത്ത ചോദ്യം വരും. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവിടെ 5, 6, 7 വർഷമായിട്ട് 7 വർഷമായിട്ട് ഇത് MLA ആണ്. 7 വർഷമായിട്ട് ആ MLA ഹോസ്റ്റൽ ആര് ഉപയോഗിക്കുന്നു? ആർക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ട്? അത് ചോദിച്ചല്ലോ, ശബരിനാഥ് ചോദിച്ചല്ലോ, ആർക്കാണ് അവകാശമെന്ന്. ഇതിന്റെ ഈ വാടകയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, വാടകയെക്കുറിച്ച് പറഞ്ഞാൽ വലിയൊരു ബോംബാണ് പ്രശാന്ത് പൊട്ടിച്ചത്. അതായത് രാജേഷ് മേയറായപ്പോൾ തന്നെ രാജേഷ് പറഞ്ഞു, ഞങ്ങൾ അനധികൃത കെട്ടിടങ്ങളെല്ലാം ക്രമപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ ലൈസൻസ് എല്ലാം കറക്റ്റാക്കി, പണ്ട് അപ്പൂപ്പൻ്റെ കാലത്ത് 450 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനിപ്പം 4500, 5000 ഒക്കെ ആക്കി അതിനെ നമ്മൾ ക്രമപ്പെടുത്തി എടുക്കുമെന്ന്, അങ്ങനെ കോർപ്പറേഷന് വരുമാനം ഉണ്ടാക്കുമെന്ന്, ഈ വിവാദം ഉണ്ടാവുന്നപ്പോൾ ആര് പറഞ്ഞിരുന്നു? രാജേഷ് പറഞ്ഞിരുന്നു. അപ്പോൾ തുടക്കത്തെ പറഞ്ഞിരുന്നു. ഇപ്പം രാജേഷിന് എന്തായി? എളുപ്പമായി. കാര്യം എന്താണ്? ഇപ്പം ആളുകൾ പറയാൻ തുടങ്ങിയല്ലോ, വടി കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ വടി കൊടുത്തു. ഇപ്പം ആളുകൾക്ക് രാജേഷിന് എളുപ്പമായില്ലേ ഇപ്പോൾ? കാരണം ആര് അനധികൃതം ഇരിക്കണമെങ്കിൽ എല്ലാം മാറി തരണമെന്ന് പറയാനുള്ള ഒരു തുടക്കം കിട്ടിയില്ലേ? അയാൾക്കൊരു ഇൻട്രോ കിട്ടിയില്ലേ? അതുകൊണ്ടുള്ള സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം എത്രയോ പാർട്ടി ഓഫീസുകൾ, എല്ലാ പാർട്ടിയുടെയും, ഞാൻ ഒരു പാർട്ടിയുടെ അല്ല, പാർട്ടി ഓഫീസുകൾ, യൂണിയൻ ഓഫീസുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വകാര്യ വ്യക്തികൾ, അതൊക്കെ എന്നേ ഇരിക്കുന്നവരുണ്ട് ഇവിടെ. 5 പൈസയും കൊടുക്കാതെ കരാറൊക്കെ കാണും, ഇതൊന്നും കൊടുത്തു കാണൂല പലതും. അതെല്ലാം ഇപ്പം നോക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി രാജേഷ് ഇത് നോക്കിയില്ല എന്ന് വിചാരിച്ചു, രാജേഷിനെ ബാക്കിയുള്ളവർ വിടുമോ? ഇത് കൊഴഞ്ഞുപോയി. വിവരാവകാശക്കാർ വിടുമോ? മറ്റ് പാർട്ടികൾ വിടുമോ? കോൺഗ്രസ് വിടുമോ? ഇതാരെങ്കിലും വിടുമോ? അപ്പോൾ ഇതെന്ത് പറ്റി? ഒരു വലിയ കെണിയിലാണ്, അതായത് BJP ഒരുക്കിയ ട്രാപ്പാണെങ്കിൽ മനോഹരമായൊരു ട്രാപ്പിലാണ് ഇദ്ദേഹം ചെന്ന് വീണത്. തല വെച്ച് കൊടുത്ത് തല മുറിഞ്ഞു എന്ന് മാത്രമല്ല, സകല ആളുകളും ഇത് ഈ ഇവിടുത്തെ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന വാർഡ് എന്ന് പറയുന്നത് മുട്ടട വാർഡാണ്. ഇവിടെ CPM-ന് ശക്തമായ വേരോട്ടമുള്ള CPM-ൻ്റെ ആളുകൾ മാത്രം ജയിക്കുന്ന ഒരു വാർഡ്. ഇവിടെ എന്തുകൊണ്ട് ജയിച്ചെന്നറിയാവും? ഇതുപോലൊരു ചെറിയ കാര്യം ഇവിടെ ചെയ്തത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. ചെയ്താലപ്പോൾ ശരിയായിരിക്കും, വൈഷ്ണവിക്ക് ഇവിടെ വോട്ടില്ല എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് അദ്ദേഹത്തിൻ്റെ ന്യായത്തിൽ ശരിയായിരിക്കും. പക്ഷെ പൊതുബോധത്തിന് എന്ത് കിട്ടിയില്ല? 24-കാരിയായ പെൺകുട്ടി പുതിയതായിട്ട് വന്നപ്പോൾ പെൺകുട്ടിക്ക് ഒരു വോട്ട് പോലും അയാളുടെ അപ്പൂപ്പനും ഒക്കെ ഇവിടെ താമസിക്കുന്ന, പണ്ട് താമസിച്ചിരുന്നൊരു സ്ഥലത്ത് ഇടപെട്ട്, അപ്പം അതിനൊരു നീതി ബോധമുണ്ട്. അപ്പം കേരളത്തിലും ഇന്ത്യയിലും എന്ത് കിടപ്പുണ്ട്? ഇങ്ങനെ ഒരു
പൊതുബോധമുണ്ട്, നീതിയുടെ ഒരു പൊതുബോധമുണ്ട്. അവരാരും എന്ത് ചെയ്യൂല, ഇറങ്ങി സമരം ചെയ്യൂല. 832 രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു വലിയ ഒരു അഴിമതി. MLAക്ക് കൃത്യമായ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്, 65,000-70,000 വാടക കിട്ടും. പിന്നെ കാറൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാറല്ല അത് മറ്റു സംവിധാനങ്ങൾ വലിയൊരു തുക MLAക്ക് സൗകര്യത്തിന് വേണ്ടി കിട്ടും. സർക്കാർ ഫണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ചെറിയൊരു തുകയ്ക്ക് വേണ്ടി അതല്ലേ പറഞ്ഞ ഇതിന്റെ പിന്നിലൊരു എന്താണ്? ഇതെല്ലാം MLAക്ക് അറിയാമല്ലോ. ഞാൻ 823 രൂപയ്ക്കാണ് ഇരിക്കുന്നത്, 10,20,000 വാടക കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് 2-3 മാസമേ ഉള്ളൂ. അപ്പം ഇത് മാന്യമായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഉള്ളി തൊലിക്കും പോലെ തൊലിച്ച് നാട്ടുകാർ മുമ്പ് ഒരു വിവാദത്തിന് ഇടാതെ മാന്യമായിട്ട് 2 മാസം അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ധാരണയുടെ പുറത്ത്. അല്ല, അപ്പൊ ഈ ഫണ്ട് അവർക്ക് എടുക്കാൻ പറ്റില്ലേ? ഇനിയിപ്പം ഇനി പുതുക്കണോ എന്ന് എനിക്ക് പറ്റില്ല. ഇനിയിപ്പോൾ പുതുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കൗൺസിലറായ അല്ല മേയറായ ആര്യ രാജേന്ദ്രന് മുൻ മേയറും MLA ആയ VK പ്രശാന്തിനോട് 10,000 രൂപ ചോദിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഉള്ള പൈസ ഒരു 800 രൂപ, മിനിമം പൈസ 800 രൂപ സ്ക്വയർ ഫീറ്റ് അളന്നിട്ട് 800 രൂപ. ഒരുപാട് ജനപ്രതിനിധി മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓഫീസുകൾ, യൂണിയൻ ഓഫീസുകൾ, പാർട്ടി ഓഫീസുകൾ, പല പാർട്ടിയുടെ, ഒരു പാർട്ടിയുടെ ആയല്ല ഞാൻ പറയുന്നത്, പലതും ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഇപ്പം അന്വേഷിക്കുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? പുതിയ മേയർ പറഞ്ഞിരിക്കുന്നത്. അതോടെ മേയർ അന്വേഷിക്കേണ്ടതാണ് വാഹനങ്ങൾ. കോർപ്പറേഷൻ ഓഫീസിൽ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉപയോഗിക്കാതെ നടക്കുന്നത്. പബ്ലിക് ഓഫീസ് പോയി നോക്കൂ നിങ്ങൾ, വികാസ് മണ്ഡല ഓഫീസ് പോയി നോക്കൂ, ഓരോ ഓഫീസുകൾ എടുത്തോളൂ. വലിയ ക്യാമ്പസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് കിടപ്പുണ്ട്? വാഹനങ്ങൾ ഉപയോഗിക്കാതെ. ഒന്നുകിൽ അത് ഓപ്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്യണം, തിരിച്ചെടുക്കണം. ഇതും കിടപ്പുണ്ട്. അതുപോലെ അനധികൃതമായ സ്ഥാപനങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നഗർ അതിനെന്ത് ചെയ്യണം, പൊളിച്ചു കളയണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഉദാഹരണം റോഡിൻ്റെ സൈഡ്, വഴിയോര സ്ഥലങ്ങൾ, ഇതൊക്കെ അടച്ചും പിടിച്ചും ഒക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഇരിപ്പുണ്ട്. അതെല്ലാം എടുത്ത് കളയണമെന്നൊരു അഭിപ്രായമേ എനിക്കില്ല. അവർ വർഷങ്ങളായി അവിടെ ഇരിക്കുന്നവരാണ്. പക്ഷെ അതിനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവരൊന്ന് പൈസ മേടിക്കണമെന്നല്ല, ഒരു സിറ്റിയുടെ സൗന്ദര്യത്തിന് ഉതകുന്ന രീതിയിലുള്ള മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ നിർത്തി കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കണം ഈ കാര്യങ്ങളെ. സാർ, ഈ വിഷയത്തിൽ BJP ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്നത് നേരത്തെ കണ്ടിട്ടുള്ള ജനപ്രതിനിധികളല്ല, ഒരു IPS കൗൺസിലറാണ്, അതുകൊണ്ട് പണി തുടങ്ങിയ മക്കളെ എന്ന തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത് BJPക്ക് തന്നെ ഒരു ഗുണം ചെയ്തൊരു വിഷയം അല്ല. പക്ഷേ BJPക്ക് ഗുണം ചെയ്യുമെങ്കിലും ഇതിപ്പോൾ ഗുണം ചെയ്തു. പക്ഷേ IPSകാർ മനസ്സിലാക്കേണ്ട മറ്റൊരു രാഷ്ട്രീയമുണ്ട്. IPS അല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് മെയ്വഴക്കമുള്ള വേറൊരു മേഖലയാണ്. അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെ പോകണം, ശ്രദ്ധിച്ചെത്തിച്ച് പോയില്ലെങ്കിൽ ഇതേപോലത്തെ കുഴിയിൽ ആരും വീഴാം. വേറെ വിഷയത്തിലായിരിക്കും, ഈ വിഷയത്തിൽ വീഴില്ല, വീഴും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവിടെ കൊടുത്തിരുന്നെങ്കിൽ, ഇയാൾ പറഞ്ഞ MLA ഓഫീസിൽ പോകാൻ മേഡം ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ വിഷയം തീരുമാനം, ബാക്കി കെട്ടിടങ്ങളെക്കുറിച്ചൊന്നും ഇവർ ബോധറും ആവില്ല. ഇതിപ്പം എവരും ബോധറായി, ഇവർക്കൊരു ഈഗോ ഹർട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഈഗോ ഹർട്ട് ചെയ്തല്ലോ. അപ്പോൾ അവർക്കും ബോധറായി. രാജേഷ് ഇത് പറയുകയും ചെയ്തു, നാട്ടുകാരിത് നോക്കാനും നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇതിന് തീരുമാനമായേ പറ്റുള്ളൂ. അത് ഒരു വഷളാക്കി കളഞ്ഞു. അതായത് നമ്മൾ ചെറിയൊരു ചൊറിയെ എന്താക്കി, മാന്തി വ്രണമാക്കി, മാന്തി പറിച്ച കുളവാക്കി, നാശക്കോട്ടയാക്കി. അതുകൊണ്ട് ഇനി ഇത് എളുപ്പത്തിൽ തീരൂല. ഇനി അങ്ങനെ തീർത്താലും വിവരാവകാശം കിടപ്പുണ്ട് ഇവിടെ. ജനങ്ങൾ ആരെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി കോടതി കൊണ്ടുപോയി നാശക്കോട്ടയാക്കുമല്ലോ.